ഇതെന്താ കിട്ടാത്തെ? എത്ര നേരായി വിളിക്കുക. ഇവനൊന്ന് ഫോൺ എടുത്താലെന്താ? അമ്മ, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അമ്മ, ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. പറഞ്ഞോ. എടാ, അതിന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. ശരിയാ, ഇന്ന് 10-ാം തീയതി ആണല്ലേ. ലോണിന്റെ കുടിശ്ശിക കുറച്ച് അടയ്ക്കാനുണ്ടല്ലോ. അവരിന്ന് കുറച്ച് ചൂടായിട്ടാ സംസാരിച്ചത്. എത്രയും പെട്ടെന്ന് അടയ്ക്കണം അത്. എനിക്കറിയാലോ അമ്മ ഇതൊക്കെ. പിന്നെ പൊന്നുന്റെ ഫീസ് അടയ്ക്കാറായല്ലോ. അമ്മ ഓർക്കണ്ട്. എന്തായി നിന്റെ സിനിമാ പിടുത്തമൊക്കെ? സിനിമ പിടുത്തോ? മമ്മൂക്കിയുടെ കഥ പറഞ്ഞു. പുള്ളി 3 മിനിറ്റ് നിർത്താണ്ട് കൈയടിച്ചു. ലാലേട്ടൻ വിളിച്ചിരുന്നു. എനിക്ക് തിരക്കാൻ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെല്ല് ചായ എടുക്ക്. അപ്പുറത്തെ വീട്ടിൽ ശാരദേച്ചി ചോദിച്ചു എന്തായി നിന്റെ സിനിമാ പിടുത്തം എന്നൊക്കെ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ആ പെണ്ണുമ്പുള്ളിയാണേ റേഡിയോ മാങ്കോയ, നാട്ടിലെങ്ങും പാട്ടായി. അതെ, തൂമ്പേരിക്കുന്നു. വെച്ചോടത്തിരിക്കില്ല. കുപ്പി കൊണ്ടിട്ടുണ്ട് ഉമ്മാരൊരു കാര്യം. ദൈവമേ, ആൻഡ്രോ ചേട്ടൻ പാളിയിലോ. ഹലോ വിനീതേ ചേട്ടാ. എടാ, നീ കുറച്ച് ദിവസം വാടക തരാണ്ടല്ലോ. ആ തരാ ചേട്ടാ. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വാടക തന്നില്ലെങ്കിൽ ഈ കാണാവുന്ന സാധനം മുഴുവൻ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇടും. ചേട്ടാ, മനഃപൂർവ്വം തരാതിരിക്കുന്നതല്ല, ഒരല്പം ടൈറ്റ് ആയിപ്പോയി. എടാ, ടൈറ്റ് എല്ലാവർക്കും കൊണ്ടുവരാ. നീ കൂടുതൽ കളിക്കാൻ നിൽക്കല്ലേ. ചേട്ടാ, ഒരാഴ്ചക്കുള്ളിൽ തന്നു നിർത്തോളാം. തവണത്തേക്കൊന്ന് ക്ഷമിക്ക് പ്ലീസ്. ഓ ആയിക്കോട്ടെ. ശരി. മാഡം ഭയങ്കര ചൂടിലാണല്ലോ. ചൂടാവാതെ പിന്നെ എങ്ങനെ ഇരിക്കും? നീ നിന്റെ പാഷന്റെ പുറകെ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചൂടാവുമ്പോ മേഡത്തെ കാണാൻ എന്തൊരു ക്യൂട്ടാ. അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും നിനക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ? അപ്പൊ നീയും വിശ്വസിച്ചു തുടങ്ങി എല്ലാരും പോലെ എനിക്കൊരു പടം പിടിക്കാൻ പറ്റില്ല എന്ന്. വിനീത്, ബി പ്രാക്ടിക്കൽ. എനിക്ക് എൻ്റെ വീട്ടുകാരുടെ പ്രഷർ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. 4 വർഷമായി നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. 4 വർഷം? എന്തേ 4 വർഷമായില്ലേ? 4 വർഷമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ കേൾക്കാൻ തുടങ്ങിയതാ നിന്റെ ഈ സിനിമാ ഭ്രാന്ത്. എന്നിട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്താൻ പറ്റിയോ? അതുമില്ല. ഞാൻ നിന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കുന്നുണ്ട്. മീ ഓർ സിനിമ. സിനിമ. ഹലോ ഹലോ, വിനീതല്ലേ? ആ അതേലോ. ഞാൻ ഫ്രീ ആയിരുന്നു. സ്ക്രിപ്റ്റായിട്ട് വരുവാണെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാം. ആണോ? ഓക്കെ സാറേ. എപ്പോഴത്തേക്ക് എത്താൻ പറ്റും? ഞാൻ സാർ ഒരു അരമണിക്കൂർ അതിൽ ഞാൻ എത്തിയേക്കാം. ഓക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. കാക്കനാട് എത്തിയിട്ട്. ശരി. എടാ പ്രാഞ്ചിയേ. ആ പറ സാറേ. എങ്ങോട്ടാ രാവിലെ തന്നെ? ഒന്ന് കറങ്ങാൻ പോണം. കൊച്ചിനെ കൊണ്ടാ? പിന്നല്ലാതെ എങ്ങോട്ട് പോകാനാ സാറേ? എടാ, എനിക്ക് എൻ്റെ വണ്ടി ഒന്ന് തരുമോ? ഒരാവശ്യം ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് നടപടി ആവൂല മോനെ, ഞാനിന്ന് ഫുൾ ബിസിയാ. ആണോ?
ഇറങ്ങിപ്പോകുമ്പോൾ വലിയ നിരാശയൊന്നും തോന്നിയില്ല. ആ നേരത്താണ് ഫോൺ ശബ്ദിച്ചത്. രേഷ്മ മനുവിനെ നോക്കി കൈപൊക്കി കാണിക്കുന്നു. മനു ബോധം കെട്ടി വീഴുന്നു. ശുഭം. വിനീത് സാർ. തിരക്കഥ നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. സ്ക്രിപ്റ്റ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സിനിമയാക്കാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. പക്ഷേ സാറ് പറഞ്ഞു വരുന്നത്? വിനീതിനെ അറിയാലോ, എൻ്റെ അവസാനത്തെ 2 പടവും ഫ്ലോപ്പായിരുന്നു. ഇനിയും ഒരു പുതുമുഖത്തെ വെച്ച് സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ വിൽ ഗിവ് എ ബെറ്റർ ഓഫർ. വിനീത് ഈ ഫീൽഡിൽ വളരെ ചെറുപ്പമാണ്. മാത്രമല്ല വേണ്ടത്ര ലൊക്കേഷൻ പരിചയമോ കൊമേഴ്ഷ്യൽ പടം ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും ഇല്ല. ഞാൻ ഈ തിരക്കഥ നല്ലൊരു ടീമിനെ വെച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എടാ വിനീതേ, നിനക്ക് ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിക്കൂടെ? എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഒരാളുടെ പേടിയായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ അങ്ങനെ നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയാളുടെ അടിയിലായിരിക്കും അറിയപ്പെടുക. ഈ ഫിലിം ബൈ വിനീത് കുമാറിനെ എഴുതി കാണിക്കുമ്പോൾ അതിലൊരു യുണീക്നെസ് വേണം. അതാണ് എൻ്റെ ആഗ്രഹം. പേടിയായിട്ട് നിന്നാൽ ചിലപ്പോൾ അത് നടക്കില്ല. എടാ എന്തായാലും കൊള്ളാം. എത്രയും പെട്ടെന്ന് പിന്നെ സംവിധായകനായിക്കൊള്ളണം. എൻ്റെ വീട്ടിലെ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങി. നല്ല ഫോറിൻ കേസൊക്കെ വരികയാണെങ്കിൽ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു എന്ന് വരും പറഞ്ഞേക്കാം. പിന്നെ മോള് മാനത്ത് നോക്കിയിരിക്കത്തുള്ളൂ. കാണാം. 2 വർഷം നീ നോക്കിക്കോ, അതുകൊണ്ട് ഞാനൊരു സംവിധായകനായിരിക്കും. പിന്നെ വനിതയുടെ കവർ ഫോട്ടോ ആവണ്ടേ? ഞാനും നീയും നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട്. പകരമായി ഈ തിരക്കഥ എനിക്ക് തരികയാണെങ്കിൽ ഐ വിൽ ഗിവ് എ ബെറ്റർ ഓഫർ. കുറെ കാലം മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കുന്നു നടക്കാൻ തുടങ്ങിയിട്ട് പ്രയോജനമുണ്ടോ? വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാനില്ലല്ലോ. എന്റെ പ്രായത്തിലുള്ള ഓരോ പിള്ളേരെ കണ്ടുപിടിക്കും. പഠിച്ച് ജോലി മേടിച്ച് കല്യാണം സുഖമായിട്ട് ചെയ്യും. ഇപ്പൊ സിനിമ എന്ന് പറയാൻ നടക്കാൻ. ആ സാറേ, ഞാൻ സ്ക്രിപ്റ്റ് തരാം. ഞാൻ റെഡിയാണ്. വിനീതേ, കുറച്ചു മുമ്പ് ഈ സ്ക്രിപ്റ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ വിനീതിൻ്റെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്താ ഇപ്പോൾ തീരുമാനം മാറ്റിയത്? ഒരുപാട് അലഞ്ഞു സാറേ, കുറേ ദൂരം ഓടി, ഒരുപാട് സ്ഥലത്ത് നാണം കിട്ടും. സാറിപ്പോൾ തന്ന ഈ ചെക്കിന് ഞാൻ തന്നത് എൻ്റെ സ്വപ്ന. ദിനവും തേടും അലയോ ചേരും. എല്ലാരും എന്താ ഇവിടെ ഇരിക്കണേ? ചേട്ടാ അവൻ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. പോവേ? എന്നാടാ വിനീതേ, എന്നാ പ്രശ്നം? നീ ഇപ്പം എന്തിനാ പോണേ? പോവാട്ടാ, വയ്യാണ്ടായി. ഞാൻ ചേട്ടനോട് നോക്കിയിരിക്കുകയായിരുന്നു ഇത് തരാനായിട്ട്. എന്താ 3 മാസത്തെ തികച്ചുണ്ട്. നീളും പാദതീരും